ഹലോ, എൻ്റെ പേര് റെയ്നി എന്നാണ്. ഞാനൊരു സൈക്കോ കൗൺസിലർ കൂടിയാണ്. ഞാൻ എൻ്റെ ID കാർഡ് നിങ്ങളെ കാണിക്കുന്നു. ഞാനൊരു സൈക്കോ കൗൺസിലറാണ്. അപ്പോൾ അതായത് ഞാൻ സൈക്കോളജി പഠിച്ച ആളാണ്. പിന്നെ ഞാനിന്നിവിടെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചാണ്. മെൻ്റൽ ഹെൽത്ത് ഓർ മെൻ്റൽ ഇൽനെസ്, ഇത് രണ്ടും. അതായത് ഒരാൾ പൂർണ്ണ ആരോഗ്യവാനാകണമെങ്കിൽ ശാരീരികവും മാനസികവുമായി അയാൾ ഫിറ്റായിരിക്കണം. അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റാണ് മനസ്സിൻ്റെ ആരോഗ്യം. അതായത് ഒരാളുടെ മനസ്സ് അത് എവിടെ ഇരിക്കുന്നു എന്ന് നമുക്ക് ആർക്കും പറയാമോ? അതൊരു സാങ്കല്പികമാണ് മനസ്സ്. ബ്രെയിനിലാണോ ഹാർട്ടിലാണോ മനസ്സ് എവിടെയാണെന്ന് അറിയില്ല. പക്ഷേ ആ മനസ്സ് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അത് നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കത്തില്ല. അതുപോലെയുള്ള കാര്യങ്ങളാണ് മനസ്സ് കാണിച്ചു കൂട്ടുന്നത്. അതായത് നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ, നമ്മുടെ ബ്രെയിൻ എന്തെല്ലാം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. നമുക്ക് നടക്കാൻ സാധിക്കുന്നു, നമുക്ക് കാണാൻ സാധിക്കുന്നു, കാഴ്ച നിയന്ത്രിക്കുന്നു. അതുപോലെ നമ്മുടെ സ്മെല്ല്, അതായത് സ്മെല്ല്, ഒരു സാധനം കിട്ടിയാൽ അതിൻ്റെ സ്മെല്ലറിയാൻ, രുചി അറിയാൻ, കേൾക്കാൻ, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ബ്രെയിനാണ് നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ മനസ്സും നിയന്ത്രിക്കുന്നത് ആരാ? ബ്രെയിനാണ്. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നതും പോലെ സംസാരം നിയന്ത്രിക്കുന്നു, തിങ്കിങ്, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. അത് ശാരീരികവും മാനസികവുമായ ഒരു ഇതാണ്, ഹെൽത്തി ലൈഫാണ് നമുക്കെല്ലാവർക്കും വേണ്ടിയത്. അതായത് മനസ്സിൻ്റെ ഇൽനെസ്സസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ശാരീരികമായ മാനസികമായ ബുദ്ധിമുട്ടുകൾ, വെല്ലുവിളികൾ നേരിടുന്നു. അത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ടെൻഷനാണ്, സ്ട്രെസ്ഫുൾ ലൈഫാണ്. ഇപ്പോൾ കൂടുതലും എല്ലാ മേഖലയിലും കോമ്പറ്റീഷൻസാണ്. ജോലിയിലാണെങ്കിൽ കോമ്പറ്റീഷൻ, പഠനത്തിൽ കോമ്പറ്റീഷൻ, അതുപോലെ നല്ല മാർക്ക് കിട്ടിയില്ല, അത് പിന്നെ കോളേജ് അഡ്മിഷനെ ബാധിക്കും. അങ്ങനെയൊക്കെ വരുമ്പം കുട്ടികളും വളരെയധികം സ്ട്രെസ്സ് ഇന്നത്തെ കാലത്ത് നേരിടുന്നുണ്ട്. അവർക്ക് കോളേജിൽ അഡ്മിഷന് നല്ല മാർക്ക് കിട്ടാതെ അഡ്മിഷൻ കിട്ടുന്നില്ല. പിന്നെ മാതാപിതാക്കളുടെ വഴക്കുകൾ, അവർ ഒത്തിരി എക്സ്പെക്റ്റേഷനോട് കൂടിയായിരിക്കും തൻ്റെ കുട്ടികളെ വളർത്തുന്നത്. കാരണം ഡോക്ടറാകണം, എൻജിനീയർ ആകണം, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും വീട്ടിലെന്നും വഴക്കായിരിക്കും കുട്ടികളോട്. പഠിക്കെന്നും പറഞ്ഞു. അങ്ങനെ അവർക്ക് കണ്ടമാനം സ്ട്രെസ്സ്, സ്ട്രിക്റ്റ് ലൈഫ്. പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ എങ്ങും കൊണ്ടുപോകാതെ. പിള്ളേർക്ക് എൻ്റർടൈൻമെൻറ്റും വേണം, പഠിത്തത്തിനൊരു സമയം പിള്ളേരെ കളിക്കാൻ വിടണം. പിന്നെ അവരെ കൊണ്ട് നടന്ന് നമ്മുടെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ പഠിപ്പിക്കണം. അങ്ങനെയാണ്, അവർക്കൊരു എക്സ്പോഷർ വേണം. പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ. ഇപ്പോൾ അതല്ല. ഇപ്പോൾ എല്ലാ റൂമിൽ ഒരു മൊബൈലും വെച്ച് കുട്ടികൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് പഠിക്കും. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രകൃതിയോട് ഇണങ്ങിയായിരുന്നു പഠിച്ചിരുന്നത്. ഞങ്ങളെ പാർക്കിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഉദ്യാനത്തിൽ കൊണ്ടുപോയി ഇരുത്തി ടീച്ചർമാർ അവിടെ ഇരുത്തി പഠിപ്പിക്കും. അപ്പോൾ കാറ്റും വെളിച്ചവും എല്ലാം അത് പ്രകൃതിയെ കണ്ടും ഒക്കെ ആയിരുന്നു. ഇന്ന് ക്ലാസ് റൂമുകളിൽ ഇരുന്നുള്ള പഠിത്തം, അല്ലെങ്കിൽ മൊബൈൽ നോക്കി ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ, ഇതൊക്കെയാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ട്. അവരാരോടും ഇപ്പോൾ ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. ഷെയർ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വേൾഡിലേക്ക് എല്ലാവരും ഇറങ്ങിത്തിരിച്ച്. മൊബൈലിൽ നോക്കിയാൽ എന്ത് ഡൗട്ടും നമുക്ക് ക്ലിയർ ചെയ്യാം. ഗൂഗിളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മാതാപിതാക്കന്മാരുമായിട്ടുള്ള ആ ഇൻട്രാക്ഷൻ, കോൺവെർസേഷൻസ്, കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നിലച്ചു. അപ്പോൾ അവർക്ക് സമയമില്ല, മാതാപിതാക്കന്മാർക്കും സമയമില്ല. അവർ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, തൻ്റെ കുട്ടി എന്ത് നോക്കുന്നു, മൊബൈലിൽ എന്ത് ചെയ്യുന്നു എന്ന് അവർക്കും സമയമില്ല. എല്ലാവരും ബിസി ലൈഫാണ്. അപ്പോൾ കുട്ടി ഒറ്റപ്പെടുന്നു, വീട്ടിൽ കൂടുതൽ സമയം മൊബൈലിൽ ചിലവഴിക്കുന്നു. അങ്ങനെ സ്ട്രെസ്സ് കൂടുന്നു, വേറൊന്നും ചെയ്യാനില്ല, വെളിയിൽ പോകാൻ പറ്റുന്നില്ല, കറങ്ങാൻ പോകാൻ പറ്റുന്നില്ല, കൂട്ടുകാരൊത്ത് കളിക്കുന്നില്ല. അങ്ങനെ ഒരു മുറിയിൽ അവരുടെ ലോകം അവർ തിരഞ്ഞെടുക്കുന്നു. അവരുടെ ലോകമായിട്ട് അവർ കാണുന്നത് എന്താ? ആ റൂമിനെയാണ്. ഇത് തീരെ ശരിയല്ല. മാതാപിതാക്കന്മാർ അവരോട് മൊബൈൽ മാറ്റി വെച്ച് ജോലി കഴിഞ്ഞ് വരുമ്പോഴാണെങ്കിലും അവരുമായിട്ട് സംസാരിക്കുക. അവർക്ക് ഹാപ്പിനെസ്, മൂവി കാണാൻ കൊണ്ടുപോകാം, നിങ്ങളുടെ കൂടെ ദിവസങ്ങളിൽ കറങ്ങാൻ പോകാം. അങ്ങനെയൊക്കെ അവർ വരുമ്പോഴത്തേക്ക് അവർ കൂടുതലും ഹാപ്പിയാവും, മെൻ്റലി ഹാപ്പി. മെൻ്റൽ ഹാപ്പിനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ വ്യക്തിക്കും.
ഇന്ന് കുട്ടികൾക്കും ട്രോമയുണ്ടാകുന്നു. പഠിക്കുമെന്ന് പറഞ്ഞ് അവരെ കൂടുതലും നമ്മളങ്ങോട്ട് സ്ട്രിക്റ്റായി അവരുമായിട്ട് ഇടപെട്ട് കഴിയുമ്പം അവരുടെ ഉള്ളിലും പ്രഷറാണ്, അങ്ങനെ സ്ട്രെസ്സ് കൂടുവാണ്. അപ്പോൾ അച്ഛനും അമ്മയും പേരൻസ് വിചാരിച്ച് അത്ര മാർക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഉടനെ അവർ എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ വീട്ടിൽ തനിച്ചാക്കി പോകുന്ന കുഞ്ഞുങ്ങൾ വെറുതെ ഫിസിക്കൽ അബ്യൂസായി ഉള്ള എത്രയോ കുട്ടികളുണ്ട് അല്ലേ? റേപ്പ് വിക്ടിംസ് ആയിട്ടുള്ള എത്രയോ കുട്ടികളുണ്ട്. അവർക്കും ഒരു മനസ്സിൽ ഒരു ഇതാണ്, മുറിവാണ്, അത് ഒരു ട്രോമയാണ്, മെൻ്റൽ ട്രോമ, ചൈൽഡ് ട്രോമ. അതൊക്കെ അപ്പോഴപ്പോൾ കണ്ടെത്തി അവരെ ചികിത്സിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഒരു കൗൺസിലർ കുട്ടി എന്തെങ്കിലും അവിചാരിതമായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു, കുട്ടിയുടെ ബിഹേവിയറിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അവരെ കൗൺസിലറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൗൺസിലിംഗ് ചെയ്യിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നിങ്ങളോട് പറയാം, നിങ്ങൾ നോട്ടീസ് ചെയ്യണം. മാതാപിതാക്കന്മാരങ്ങനെയാണ്. നിങ്ങൾ നോട്ടീസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പം കുട്ടി തുറന്ന് പറയില്ല. അപ്പോൾ അവരിലുണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്യണം. അതാണ് എനിക്ക് മാതാപിതാക്കന്മാരോട് പറയാനുള്ളത്. പിന്നെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ കുളിപ്പിക്കുമ്പോഴൊക്കെ പെൺകുട്ടികളുടെ ശരീരം എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അത് ഒരമ്മയ്ക്കേ പറ്റത്തുള്ളൂ. കുട്ടികൾ ആരോടൊക്കെ ഇടപെടുന്നു, ആരൊക്കെയാണ് അവരുടെ ഫ്രണ്ട്സ്, ഇതൊക്കെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യും ഒരു കുഞ്ഞിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ. അത് നിൽക്കട്ടെ, മെൻ്റൽ ട്രോമയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. കുട്ടികളിലെ ചൈൽഡ് അബ്യൂസും ഈ കാരണങ്ങളും, പിന്നെ ഫ്രണ്ട്സുമായിട്ടുള്ള ബാഡ് ഫ്രണ്ട്സ്, ചീത്ത കൂട്ടുകെട്ടുകളും ആയിട്ടുള്ള ഇടപെടലുകൾ, അങ്ങനെയും ഇതെല്ലാം നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നവയാണ്. അതുകൂടാതെ കുറേ മെൻ്റൽ ഇൽനെസ്സസ് ഉണ്ട്. ഉദാഹരണം ബൈപ്പോളാർ ഡിസോർഡർ, മാനിയ, ഷിസോഫ്രീനിയ, ഡിപ്രഷൻ, ഇങ്ങനെയൊക്കെ വളരെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കുറേ രോഗങ്ങൾ. സാധാരണക്കാർക്ക് ഇതൊന്നും അറിയില്ല. ആരെങ്കിലും എന്തെങ്കിലും വയ്യാഴിക അല്ലെങ്കിൽ മനസ്സിന് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ആൾക്കാർ പറയും അവന് ഭ്രാന്താണെന്ന് പറയും. പക്ഷേ അത് ഏത് വകഭേദമാണെന്നൊന്നും ആർക്കും അറിയില്ല. ആദ്യം നമ്മൾ ഏത് വകഭേദമാണെന്ന് കണ്ടെത്തിയാലേ നമുക്ക് ശരിക്കും ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. ബൈപ്പോളാർ ഡിസോർഡർ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ബൈപ്പോളാർ ഡിസോർഡറിൽ ഒരാൾ ചില സമയത്ത് ഭയങ്കര ഓവർ ആക്റ്റീവായിരിക്കും. ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്, എടുത്തുചാട്ടം, എന്ത് കേട്ടാലും എടുത്തുചാടി ചെയ്യാൻ, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഉള്ളത്. ചില സമയത്ത് മൂഡ് ചേഞ്ചസ്, ഗ്ലൂമി ആയി, ഡിപ്രസീവായി, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യണ്ട, എനിക്ക് ഒന്നിനും കഴിവില്ല എന്നൊക്കെയുള്ള വിചാരം. പിന്നെ ഒന്നിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല, പഠനത്തിൽ ഒന്നിലും ഫോക്കസ് ചെയ്യാനും പറ്റുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല. പക്ഷേ ചില സമയത്ത് എല്ലാം നോർമലായി നമുക്ക് തോന്നും. ചില സമയങ്ങളിൽ അങ്ങനെയല്ല. ബൈപ്പോളാർ എന്ന് പറഞ്ഞ് എപ്പോഴും ഒരേ സ്വഭാവം അല്ല അവർക്ക്. ചില സമയത്ത് അവർ നോർമലായിട്ട് പെരുമാറും. അവർക്ക് എല്ലാം ഐഡിയാസ് എല്ലാം ഉണ്ടാകും. പക്ഷെ ചില സമയങ്ങളിൽ അവർ അഗ്രസീവാകും, ഭയങ്കര ദേഷ്യം. ചില സമയത്ത് ചിരിക്കുക, വേറെ ആരുമായിട്ട് സഹകരിക്കാതെ വരിക, ഭയങ്കര ദേഷ്യം, ആൻസൈറ്റി, ഡിപ്രഷൻ. എപ്പോഴും ഓവർ എക്സൈറ്റഡ് ആയിരിക്കും അവർ. എന്ത് കാര്യം കേട്ടാലും ഓവറായിട്ട് എക്സൈറ്റഡാണ്. ആൻസൈറ്റി, ഉത്കണ്ഠ, എല്ലാ കാര്യത്തിലും എന്ത് കേട്ടാലും ഉത്കണ്ഠ ഇതാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് അങ്ങനെ തള്ളിക്കളയരുത്. ഇതൊക്കെ അവരുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്, ഇൽനെസ്സാണ്. ഇതിന് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ട്രീറ്റ് ചെയ്താൽ കുറയാത്ത ഒരു അസുഖവും ഇല്ല. അങ്ങനെ ഒരു കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോവുക, കൗൺസിലിംഗ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ആ കുട്ടിയുടെ മെൻ്റൽ ഹെൽത്ത് കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ പ്രാർത്ഥന, മെഡിറ്റേഷൻ, എക്സർസൈസ്, കുട്ടിയെ പുറത്ത് നടക്കാൻ കൊണ്ടുപോവുക, അങ്ങനെ ഒറ്റയ്ക്കിരിക്കാനുള്ള അവസരങ്ങൾ കുറയുക. അങ്ങനെയൊക്കെ ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് വരെ ചെയ്യുന്നവരുണ്ട്. കാരണം അവർക്ക് കൂട്ടില്ല, അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ഇല്ല, കൂടെ അവർ എല്ലാം ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയ ആൾക്കാരില്ല. അങ്ങനെ വരുമ്പോൾ അവർ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അവരുടെ കൂടെ ഇരിക്കുക, അവരുടെ കൂടെ കളിക്കുക, അവരെ കൂടെ വെളിയിൽ കൊണ്ടുപോവുക, മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുക, എക്സർസൈസ് ചെയ്യിപ്പിക്കുക, പാട്ടുകൾ കേൾപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ
അവർക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് ചേഞ്ചസ് വരും. അല്ലാതെ ഇതൊരു വലിയ മഹാരോഗമാണെന്നും അല്ല. അവരെ നോർമലായിട്ട് കൊണ്ടുവരാൻ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് സാധിക്കും. പിന്നെ ന്യൂട്രീഷൻ, നമ്മുടെ ആഹാരത്തിലുള്ള പോഷകങ്ങളൊക്കെ ഇതിനെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ അല്ലേ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല എക്സ്പോഷർ ഉണ്ടാവുക, നല്ല കൂട്ടുകാരുണ്ടാവുക, നല്ല ഫ്രണ്ട്സ്, മൊബൈൽ അല്ല ഫ്രണ്ട്സ്, വെളിയിൽ നല്ല കൂട്ടുകാരുണ്ടായിരിക്കണം. മാതാപിതാക്കന്മാർ അവരുമായിട്ട് നല്ല ഒരു ഹെൽത്തി എൻവിറോൺമെൻറ്റ് കീപ്പ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക, അവരോടും പറയുക. എന്തെങ്കിലും ഉണ്ട് അവർക്ക് നമ്മളൊരു ഫ്രണ്ട്സിനെ പോലെ ആയിരിക്കണം നമ്മുടെ കുട്ടികളോട്. എന്നാലേ അവരെല്ലാം തന്നെ തുറന്നു പറയത്തുള്ളൂ. ഡിപ്രഷൻ്റെ കാര്യത്തിൽ അറിയാമല്ലോ. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. എപ്പോഴും അടച്ചിരിക്കണം. മനുഷ്യരെ അഭിമുഖീകരിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിക്കാനോ ഒന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. ഇതെല്ലാം ഓരോ ഹോർമോൺസും, ഓവറോൾ ഹോർമോൺസാണ് എല്ലാം നമ്മളെ ഈ രോഗങ്ങളുടെ എല്ലാം കാരണം. പിന്നെ നമ്മുടെ പരിതസ്ഥിതി, പല കാരണങ്ങളും ഉണ്ടാകും. ഒരാളുടെ മനസ്സ് വികലമാകാനായിട്ട് പല കാരണങ്ങളും ഉണ്ട്. പിന്നെ ഫാമിലി ഹെറിഡിറ്ററി ഇഷ്യൂസും ഉണ്ട്. ചിലർക്ക് പാരമ്പര്യമായിട്ടും ഈ രോഗങ്ങൾ ഒരാളിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. വ്യാപിക്കുന്ന ഒരു രോഗം കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പറയുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ അസുഖങ്ങളുണ്ട്, ചില വീട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞാലെല്ലാം മാറും രോഗം. അങ്ങനെ ഒരു മാര്യേജ് ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല. രോഗത്തിന് മരുന്നാണ് ആവശ്യം, വിവാഹമല്ല. ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തി ഞാൻ എന്നുള്ള ഭാവം കാണും. പുറത്ത് നല്ലവനായി അഭിനയിക്കും, വീട്ടിൽ വന്നാൽ ആരെയും കാണാൻ പറ്റത്തില്ല. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൽഫിഷ്നെസ് ആയിരിക്കും. അവർക്ക് വേറെ ഒരാളുടെയും ഇമോഷൻസ് അവർക്ക് കാണണ്ട. ദേ ഡോണ്ട് വാണ്ട് ടു സീ എനി അതേഴ്സ് ഫീലിങ്സ്. അവർക്ക് ആരുടെയും ഫീലിംഗ് കാണുകയോ സ്വന്തം ഉത്തരവാദിത്തം നിറവേറ്റണമെന്നോ മറ്റുള്ളവരെ ഹാപ്പി ആക്കണമെന്നോ മറ്റുള്ളവരുടെ നല്ല രീതിയിൽ പെരുമാറണമെന്നോ ഒന്നും ആഗ്രഹമില്ല. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. ഇത് മുയലിന് കൊമ്പുണ്ടോ? ഇല്ല. പക്ഷേ ആ രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും അവർ. അപ്പോൾ അവർക്കും ട്രീറ്റ്മെൻറ്റിന് ആവശ്യമുണ്ട്. പക്ഷെ അവർ സമ്മതിക്കില്ല അവർക്ക് രോഗമുണ്ടെന്ന്. മറ്റുള്ളവർ രോഗമുണ്ടെന്ന് അവർ തലയിൽ കെട്ടിവെക്കും. എനിക്ക് രോഗമില്ല, നിനക്കാണെന്ന് പറയും. ഇങ്ങനെ ഒരു വ്യക്തിത്വം ഉള്ളവരുടെ കൂടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മാതാപിതാക്കന്മാരെ ഇങ്ങനെയൊക്കെ ഉള്ള രോഗമുള്ളവരെ, അതായത് സ്വന്തം കാര്യം നോക്കുന്ന, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ നടത്തുന്നില്ല, കൂടെയുള്ളവരെ സ്നേഹിക്കുന്നില്ല, ആര് പറഞ്ഞാലും കേൾക്കുന്നില്ല, വെളിയിൽ ആരെങ്കിലും പറയുമ്പോൾ അവർക്ക് ചെവി കൊടുക്കും, അവരെന്തെങ്കിലും പറയുന്നത് കേട്ടോണ്ട് വീട്ടിൽ വന്ന് പെരുമാറും. അങ്ങനെ അവർക്ക് ഒന്നിലും ഇൻട്രസ്റ്റ് കാണത്തില്ല, ആരോടും സ്നേഹം കാണത്തില്ല. സ്വന്തം കാര്യം, സ്വന്തമായിട്ട് മാത്രമേ അവർക്ക് സ്നേഹമുള്ളൂ. സ്വന്തമായിട്ട് ഒരുങ്ങി നടക്കണം, എനിക്ക് നന്നാകണം, ഞാൻ എന്നുള്ളൊരു പ്രശ്നം. പിന്നെ മറ്റുള്ളവർ സ്വന്തം ഭാര്യയാണെങ്കിൽ തന്നെ അവരെ അടിച്ചൊതുക്കാൻ നോക്കും. കാരണം അവർ ഉയർന്നു പോകാൻ ഒരിക്കലും സമ്മതിക്കില്ല. അവർ ഷെയർ ചെയ്യത്തില്ല ഒരു കാര്യങ്ങളും, ഭാര്യയോടോ വീട്ടിലുള്ളവരോടോ ഒന്നും. പക്ഷെ ചിലർ പറയും നല്ലതാണ് കേട്ടോ, എൻ്റെ മോൻ നല്ലതാണ്, ആരോടും മിണ്ടത്തില്ല, ആരോടും സംസാരിക്കത്തില്ല, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അതൊരു വൈകല്യമാണ്. സ്വന്തം ഭാര്യയെ മക്കളെ സ്നേഹിക്കാത്ത ഒരാൾ പിന്നെ എന്താണ്, ഒരു ഹ്യൂമൻ ബീയിങ് ആണോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷേ എല്ലാവരോടും ഷെയർ ചെയ്യുക. പിന്നെ അക്രമവാസന, അത് മാനിയ, ഷിസോഫ്രീനിയ, ഈ രോഗങ്ങളിൽ അക്രമവാസനയുണ്ട്. മറ്റുള്ളവരെ ദേഹോദ്രവം ഏൽപ്പിക്കുക. അവർ കരഞ്ഞാലും അവരുടെ വേദന ഇവർക്ക് മനസ്സിലാകത്തില്ല. അവരെ ഉപദ്രവിക്കും, എന്നിട്ട് സ്വന്തം കാര്യം നോക്കി കടന്നു പോകും. പക്ഷെ അവർക്ക് മറ്റുള്ളവരുടെ പെയിൻ അറിയില്ല, അവരുടെ ഇമോഷൻസ് അറിയത്തില്ല, അവരുടെ നീഡ്സ് അറിയത്തില്ല. അവർക്ക് ഇന്ന കാര്യങ്ങൾ അവർക്ക് ആവശ്യമുണ്ട്. അവരുടെ ഒരു ബർത്ത്ഡേ വന്നു, എന്നാൽ ഞാനത് സെലിബ്രേറ്റ് ചെയ്യാം, ഞാനൊരു ഫംഗ്ഷൻ വെക്കാം,
അങ്ങനെയൊന്നും അവരാരെക്കുറിച്ചും ശ്രദ്ധിക്കത്തില്ല, സ്വന്തം കാര്യം മാത്രമേ നോക്കത്തുള്ളൂ. ഇതൊന്നും ശരിയല്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വീട്ടുകാർ തന്നെ മുൻകൈ എടുത്ത്, കാരണം നമുക്കെല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ, നമുക്ക് ജീവിക്കണ്ടേ. നമുക്ക് ഒരാളുടെ മാനസിക വൈകല്യത്തിന് നമ്മൾ ഇരയാകണോ? അതെന്തിനാണ് അങ്ങനെ? നിങ്ങൾ തുറന്ന് പറയാതെ എൻ്റെ ഭർത്താവിന് ഇന്ന ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ട്, അത് ഒരു ഭാര്യ തുറന്ന് പറയണം വീട്ടുകാരോട്. അല്ലാതെ പറയാതെ പേടിച്ച് ഉള്ളിൽ വെച്ച് നിങ്ങൾ ഉപദ്രവം മുഴുവൻ സഹിച്ച് നിങ്ങൾ അവസാനം സൂയിസൈഡ് ചെയ്ത് ഒക്കെ എന്തിനാണത്? ഡൊമസ്റ്റിക് വയലൻസ്. അപ്പോൾ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് പോവുക, കൗൺസിലർ രണ്ടുപേരോടും ചോദിക്കും പ്രോബ്ലം എന്താണ് ഇഷ്യൂ എന്താണ്. അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഒരാൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണോ, ബൈപ്പോളാർ ഡിസോർഡർ ഉള്ളയാളാണോ, മാനിയാക്കാണോ, ഡിപ്രസീവ് ആണോ, ഇതൊക്കെ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ അല്ലേ. ഒരാൾ അക്രമ സ്വഭാവം. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു സ്ത്രീക്ക് ഇതുപോലെ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹസ്ബൻഡ് എന്ത് ചെയ്തു? നാട്ടുകാർക്ക് നാട്ടുകാർ പേടിക്കും, വീട്ടുകാർ പേടിക്കും എന്നൊക്കെ വിചാരിച്ച് നാണക്കേട് ഇതൊക്കെ ഓർത്ത് ആരോടും തുറന്നു പറഞ്ഞില്ല. ഒരു ദിവസം ഭർത്താവ് കിടന്നുറങ്ങിയപ്പോൾ ഈ പുള്ളിക്കാരി ഒരു കത്തിയെടുത്ത് കൈ വെട്ടി. ഭാഗ്യത്തിന് കൈ മുറിഞ്ഞു പോയില്ല, കൊണ്ട് ദശയിലേക്ക് മൊത്തം കത്തി ഇറങ്ങി. അങ്ങനെ പിന്നെ ഓരോ സാധനങ്ങളെടുത്ത് എറിയുക, ഉപദ്രവിക്കുക, ഒന്നും ഒരു അബോധാവസ്ഥയെ ചെയ്യുന്ന പോലെ. ചില സമയത്ത് ബോധം കെട്ട് വീഴുക, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. പുള്ളിക്കാരി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ബോധക്കേടാണ്. പിന്നെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, പിന്നെ ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ എന്തിനാണ് ഉപദ്രവം സഹിക്കുന്നത്? നമുക്കെല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ അപേക്ഷയാണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് കാണുന്നവർ ദയവായി വിവാഹം കഴിക്കരുതേ. നിങ്ങളുടെ രോഗം ഭേദമാക്കാതെ ഒരിക്കലും വിവാഹം കഴിക്കരുതേ. ആരുടെയും ജീവിതം തകർന്നു പോകാൻ അനുവദിക്കരുതേ. എല്ലാവരും ഏറെ പ്രതീക്ഷയോടുകൂടിയായിരിക്കും ഒരു വിവാഹ ജീവിതത്തിലേക്ക് പെൺകുട്ടികളാണെങ്കിലും വരുന്നത്. അവർ പേടിച്ച്, അവർ നിങ്ങളുടെ അഭിമാനം ഓർത്താണ്. കാരണം എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെയൊക്കെ രോഗമുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഡൗട്ട്ഫുള്ളാണ്, എന്നെ ഭയങ്കര സംശയമുള്ള ആളാണ്, ഞാൻ ഒരു പൊട്ട് കുത്താൻ എന്നെ അനുവദിക്കത്തില്ല, ഞാൻ ഒരുങ്ങി നടക്കാൻ എന്നെ അനുവദിക്കുന്നില്ല. അങ്ങനെ ഭയങ്കര അപകർഷതാബോധം ഭർത്താവിന്. ഭർത്താവിന് ഇച്ചിരി ഏജ് കൂടുതലാണ്, ഭാര്യയ്ക്ക് ഇച്ചിരി ഏജ് കുറഞ്ഞാൽ പിന്നെ തീർന്നു. ഒരു കാര്യത്തിലും ഭയങ്കര മോണിറ്ററിങ് ആയിരിക്കും ഭർത്താവ് ഭാര്യയെ. എന്ത് ചെയ്യുന്നു, പൊട്ട് കുത്തുന്നുണ്ടോ, കണ്ണെഴുതുന്നുണ്ടോ, പൗഡർ ഇടുന്നുണ്ടോ, ഒരുങ്ങുന്നുണ്ടോ, ഇതൊക്കെ വാച്ച് ചെയ്ത് അവസാനം വലിയൊരു വഴക്കായി. പിന്നെ ഭാര്യ എന്തു ചെയ്യും? ഇതൊക്കെ പേടിച്ച് ഇതൊക്കെ ഉപേക്ഷിക്കും. ഞാനിനി ഒന്നും ചെയ്യുന്നില്ല, ഇനി എല്ലാം ഞാൻ ഉപേക്ഷിച്ചു, മേക്കപ്പ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇതാണോ വേണ്ടത്? ആ കുട്ടിക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ. ആ കുട്ടിക്ക് മേക്കപ്പ് ചെയ്യാൻ കൊതിയുണ്ടാവില്ലേ? അപ്പം നിങ്ങളുടെ അസുഖം നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നത്? അതുപോലെ സ്ത്രീകളുമുണ്ട് പുരുഷന്മാരിൽ. അതായത് ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് സ്വന്തം മോളെക്കുറിച്ചറിയാം. സ്വന്തം മോൾ ഇങ്ങനെയാണ്, ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മയാണ്, സ്വന്തം കാര്യം മാത്രം നോക്കുന്നവളാണ്. അങ്ങനെ ഒരു കുട്ടിയെ ഒരു പയ്യന് കല്യാണം കഴിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു പുരുഷന് കല്യാണം കഴിച്ചു കൊടുത്താൽ ആ പുരുഷൻ്റെ ലൈഫും പോയി. സ്ത്രീക്കാണ് അങ്ങനെയുള്ള പുരുഷനെ കിട്ടുന്നെങ്കിൽ അവരുടെയും ലൈഫ് പോയി, പിന്നെ ജീവിതം ഇല്ല. അതിലും ഭേദം അസുഖം ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ ചികിത്സിച്ച് മാറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യാം. നമുക്ക് മരിക്കേണ്ട കാര്യം എന്താണ്? മരിക്കാൻ മാത്രമുള്ള പ്രശ്നം എന്താണ്? അത് കൗൺസിലിംഗ് കൊണ്ട് മാറുന്നില്ല, ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറുന്നില്ല, മാറാനൊട്ട് തയ്യാറുമല്ല സഹകരിക്കാൻ. പിന്നെ എന്തുവാ ദർ ഈസ് ഓപ്ഷൻ ഫോർ ഡിവോഴ്സ്. നിങ്ങൾ തുറന്നു പറയുക. തുറന്നു പറയാത്തതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പേരൻസിനോട് തുറന്നു പറയുക, സുഹൃത്തുക്കളോട് തുറന്നു പറയുക, സമയാസമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. അല്ലാതെ ആത്മഹത്യ ഒരിക്കലും ഒരു കാര്യത്തിനും പരിഹാരമല്ല. അത് നിങ്ങൾ തോറ്റുവിടുകയാണ്. നിങ്ങൾ തോറ്റാൽ മറ്റുള്ളവർ ജയിക്കും. അപ്പം ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി ജയിച്ചു. ഒന്നും അറിയാതെ മാനസികമായി നിങ്ങളെ വിഷമിപ്പിച്ച് നിങ്ങളെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചു. എന്നിട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്തു. നിങ്ങൾ തോറ്റു.
ആ വ്യക്തി പറയും അവൾക്കായിരുന്നു രോഗം, അതുകൊണ്ട് അവൾ പോയി ചത്തു. അത് മുൻപേ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ആ വ്യക്തി ചികിത്സിച്ച് നിങ്ങൾ നല്ലൊരു ഹാപ്പി ലൈഫ് നയിക്കായിരുന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആത്മഹത്യ എന്നവരെല്ലാം പേടിച്ചോടുന്നവർ, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരാണ്. നമ്മുടെ ലൈഫാണ് അല്ലേ, നമ്മുടെ ജീവനാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വേണ്ടി ജീവിച്ചുകൂടെ? ഇത് വുമൺ എംപവർമെൻറ്റ്. ഇത് എന്തെല്ലാം ജോലികൾ ചെയ്ത് നമുക്ക് ജീവിക്കാം. നമ്മളൊരു ഇന്നത്തെ കാലത്ത് എന്ത് ഇതായാലും എവിടെ പോയാലും ജോലി കിട്ടാൻ ഒരു പാടുമില്ല. അതിന് നമുക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം വേണം. അതുകൊണ്ട് പേരൻസ് സ്വന്തം പെൺമക്കളെ വിവാഹത്തിന് മുമ്പ് നന്നായി എഡ്യൂക്കേറ്റ് ചെയ്യുക. അവർക്കൊരു ജോലി കിട്ടിയതിന് ശേഷം അവർ വിവാഹിതരാകട്ടെ. അല്ലാതെ അവർക്ക് എഡ്യൂക്കേഷനും ഇല്ല, ജോബും ഇല്ല, പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും അടിമയായി ജീവിക്കുക. അതിൽ പരം ഒരു ദുരിതമുണ്ടോ ലോകത്തിൽ? പിന്നെ അവൾക്ക് സ്വന്തം വീട്ടിലേക്കും തിരിച്ചു വരാൻ പറ്റത്തില്ല. അവർക്കും എൻ്റെ വീട്ടിൽ ചെന്നാൽ എങ്ങനെയായിരിക്കും? സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകണ്ട. അവിടെ നിങ്ങൾക്കൊരു പ്ലേസ് ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണ്ട, സ്വന്തം കാലിൽ നിൽക്കുക. അതാണ് വുമൺ എംപവർമെൻറ്റ്. ഈ വന്ന കാലത്തും ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തൊഴിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നൊരു കടയിൽ പോയി നിന്നാലും, അല്ലാതെ എത്രയോ വർക്ക് ഫ്രം ഹോം ഉണ്ട് പ്രൊജക്റ്റുകൾ, അത് ചെയ്യാമല്ലോ. ഓരോ സ്ത്രീകൾക്കും വർക്ക് ഫ്രം ഹോം ചെയ്യാം. ഓരോ കമ്പനികളുടെ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യാം. എന്തിനാണ് നിങ്ങൾ തോറ്റോടുന്നത്? അതുകൊണ്ട് എൻ്റെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ലോകത്തുള്ള എല്ലാ അമ്മമാരോടും പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കുക. കല്യാണം കഴിപ്പിച്ച് വിട്ടു എന്നതിൻ്റെ അർത്ഥം നിങ്ങളവരെ കൈയൊഴിഞ്ഞു എന്നല്ല. നിങ്ങളവരെ തിരിച്ചു വിളിക്കണം. അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മക്കളെ തിരിച്ചു വിളിക്കണം. നിങ്ങൾ കാലോ കയ്യോ വളരുന്നെന്ന് നോക്കി വളർത്തിയ കുഞ്ഞുങ്ങളല്ലേ. കല്യാണം കഴിച്ച് ഭർത്തൃ വീട്ടിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു, എങ്ങനെ സഹിക്കും? സംഭവിച്ചു കഴിഞ്ഞിട്ട് കരഞ്ഞ് കേസ് കൊടുത്തിട്ട് വല്ല പ്രയോജനമാണ്? പോയ ആൾ തിരിച്ചു വരില്ല. അതുകൊണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ച് വിട്ടാൽ ഇങ്ങനെ സ്ത്രീധനമല്ല കൊടുക്കേണ്ടത്. പറ്റുമെങ്കിൽ ഒരു വീട് വാങ്ങിച്ച് അവർക്ക് ജീവിക്കാൻ ഒരു വീട് വാങ്ങിച്ച് കൊടുക്കുക. അല്ലാതെ കുറേ സ്വത്തും പണവും കൊടുത്ത് നാളെ അതെല്ലാം അവരുടെ നശിപ്പിച്ചു പിന്നെ അവർക്ക് പോകാൻ ഒരിടമില്ല. അതുപോലെ കല്യാണം കഴിച്ച് വിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൺമക്കളുണ്ടെങ്കിൽ അവരും കല്യാണം കഴിക്കും. അവർ തിരിച്ചു വന്നാൽ നിങ്ങളുടെ പെൺമക്കളെ അവർ സ്വീകരിക്കത്തില്ല, അവർക്കൊരു ഭാരമാകും. അതുകൊണ്ട് സ്വന്തമായി ജോലി കണ്ടെത്തി ജീവിക്കുക. കുഞ്ഞുങ്ങളെ ഒരിക്കലും കൊന്നു കളയരുതേ. അവർ ലോകത്തിലേക്ക് വന്ന കുരുന്നുകളാണ്. ജീവിതം എന്താണെന്നറിയില്ല, ഈ ലോകം അവർ കണ്ടില്ല. അതിനു മുൻപേ നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊന്ന് നിങ്ങൾ തോറ്റോടരുത്. എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഡോണ്ട് ഗിവ് അപ്പ്. ഒരിക്കലും തോറ്റു പോകരുത്. ജീവിതത്തിൽ നമുക്ക് മുന്നേറണം. സ്ത്രീ ശാക്തീകരണം. എന്ത് തൊഴിലും ചെയ്ത് എൻ്റെ കുഞ്ഞിനെ വളർത്തണം. ആ കുഞ്ഞിൻ്റെ മുഖം കണ്ട് ആ കുഞ്ഞ് നിങ്ങളെ നോക്കും. ഉറപ്പായിട്ടും നിങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി ജീവിതം ചിലവഴിച്ചാൽ, ആ കുഞ്ഞിനെ വളർത്തി നല്ല നിലയിലാക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞുണ്ട് നിങ്ങൾക്ക്. ആ കുഞ്ഞിൻ്റെ സ്നേഹം കിട്ടും. ബാക്കിയെല്ലാം പോട്ടെ. ഇന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ചെയ്യരുതേ. ഇതൊക്കെ മനസ്സിൻ്റെ വൈകല്യങ്ങളാണ്. അതൊക്കെ സമയാസമയത്ത് കണ്ടെത്തി ചികിത്സിക്കുക. അല്ലാതെ അതും വെച്ച് മിണ്ടാതിരുന്ന് അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഉപദ്രവങ്ങളും എല്ലാം ഏറ്റുവാങ്ങി സഹിച്ച് ക്ഷമിച്ച് അങ്ങനെ വേണ്ട. അങ്ങനെ പറയാതിരിക്കരുത്. ഷാർജയിൽ തന്നെ 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു അല്ലേ. എത്ര നല്ല പെൺകുഞ്ഞുങ്ങളാണത്. സൗന്ദര്യം കൊണ്ടും എല്ലാം കൊണ്ടും സ്വത്തും സ്വർണവും എല്ലാം കൊടുത്തിട്ടും അടി ഇടി എല്ലാം വാങ്ങിച്ചു. അവസാനം ഈ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെയല്ല ജീവിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ തോറ്റോടരുത്. അത് തെറ്റാണ്. നമ്മുടെ ശരീരം അതായത് വേദനിച്ചാൽ നമുക്ക് നോവും. അത് നമ്മുടെ ശരീരമാണ്. നമ്മൾ ആരെയും തോൽപ്പിക്കണ്ട. നമുക്ക് ആരുടെ മുമ്പിൽ തോക്കണ്ട. ഭർത്താവിൻ്റെ മുമ്പിലോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മുമ്പിലോ ആരുടെ മുമ്പിൽ നമുക്ക് തോക്കണ്ട. നമുക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. നമ്മൾ വിചാരിക്കണം, എനിക്ക് ജീവിക്കണം, എൻ്റെ കുഞ്ഞുണ്ട്, ഒരു ജീവിക്കാൻ ഭർത്താവ് വേണമെന്നൊന്നുമില്ല. ഒരു തൊഴിൽ ചെയ്താലും ജീവിക്കാൻ ഭാര്യ വേണമെന്നുമില്ല. ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോവുക.
അതാണ് ഏറ്റവും മെയിൻ. ഒരു കൗൺസിലറെ കാണുക,